ഇന്നലെയൊക്കെ നാം കണ്ടതും കേട്ടതും ഇന്നത്തെ ഓർമ്മകളായി മാറി. ഇന്നലെ എന്നത് ഇനി ഒരിക്കലും തിരിച്ച് നമ്മളിലേക്ക് വരികയില്ല. നമ്മൾ കണ്ട അനേകരുടെ മുഖങ്ങൾ, അവരുടെ മുഖത്തിനും ഓരോരോ ഭാവങ്ങൾ. അതിൽ സ്നേഹിച്ചവരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്, കരയിപ്പിച്ചവരുണ്ട്, ക്ഷമിച്ചവരുണ്ട്. ഇന്നലെയെ സ്നേഹിക്കുവാൻ നമുക്കിനി ആവില്ല. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആണ്ടുപോയി ആ ദിവസങ്ങളൊക്കെ. ഞെട്ടിക്കുന്ന വാർത്തകൾ, നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ, കണ്ണീരൊഴുക്കുന്ന വേദനകൾ. ഇന്നലകളിൽ നമുക്ക് കിട്ടിയ സന്തോഷം നാളെ നമുക്ക് കിട്ടണമെന്നില്ല. അതൊക്കെ ഒരു കാലം അകലെ അകന്നുപോയി. ഒരു ഓർമ്മ മാത്രം നമ്മിൽ അവശേഷിപ്പിച്ചുകൊണ്ട് അതെങ്ങോ പോയി മറഞ്ഞു. അങ്ങകലെ ഒരു നേർത്ത പൊട്ടുപോലെ കാണാമറയത്ത് മറഞ്ഞു നിൽക്കുന്ന ഇന്നലകളെയാണ് നമ്മുടെ ഓർമ്മകളിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരുപാട് സങ്കീർണതകളും സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഇന്നലകളിൽ പോയി മറഞ്ഞു. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്ന് നടത്തുവാൻ ശക്തൻ തന്നെയാണ്. വരുന്നാളുകളിൽ നമ്മുടെ മുൻപിൽ സന്തോഷമായാലും സന്താപമായാലും താങ്ങുന്ന ദൈവകരം കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വരുന്നാളുകൾ നന്മകൾ സമ്മാനിച്ചാലും ഇന്നലകളെ നാം മറക്കരുത്. നമ്മുടെ ജീവിത നൗകയിൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ നമ്മുടെ ലക്ഷ്യതീരത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇന്നലകളുടെ കഷ്ടപ്പാടുകൾ നമുക്ക് മറക്കുവാൻ സാധ്യമല്ല. ആ കഷ്ടപ്പാടുകൾ ഇന്നത്തെ സുഖാനുഭവത്തിലേക്ക് ചുവടുവെക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ഓർമ്മകൾ നമ്മെ പലതും പഠിപ്പിക്കുന്നു. കഷ്ടതയുടെയും പട്ടിണിയുടെയും പ്രയാസത്തിൻ്റെയും നടുവിലൂടെ യാത്ര ചെയ്ത് കഷ്ടതകളെ ഉയർച്ചയുടെ ജീവിത പടവുകളാക്കി ഉയരങ്ങളിലെത്തിയ ഒട്ടനവധി പേരുണ്ട്. അതിൽ പലരും വന്ന വഴികൾ മറന്നുപോയിട്ടുമുണ്ട്. മറക്കരുത് നാം വന്ന വഴി. ദൈവം നമ്മെ നടത്തിയ വഴികൾ ഒരിക്കലും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് യാത്ര ചെയ്യുവാൻ ഉണ്ട്. ദൈവം ആയുസ്സും ആരോഗ്യവും അതിനായി നമുക്ക് തരട്ടെ. നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം. നന്മ ചെയ്തവരെ മറന്നുപോകാതെ, അവർക്ക് ദ്രോഹമായി തീരാതെ നമ്മുടെ ജീവിതം ഇന്നലേക്കാൾ മെച്ചമായി നമുക്ക് മുൻപോട്ട് നയിക്കാം. അതിൻ്റെ ഉള്ളിൽ വേദനയേറിയ അനുഭവങ്ങൾ നമുക്കിനി പാഠങ്ങളായി തീരട്ടെ എന്ന് പ്രത്യേകാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി സർവശക്തൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.